ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ മൂലം ഈ ലോകം സ്നേഹശൂന്യമായ ഒരു മരുഭൂമിയാക്കി മാറ്റാനിട വരുത്തരുത്. സ്നേഹവും കാരുണ്യവും വറ്റിപ്പോകാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇവിടെ മനുഷ്യരുണ്ടാവില്ല. ഈ ലോകം മനുഷ്യമൃഗങ്ങൾ നിറഞ്ഞ കാടാകും. ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ ഇവിടെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർ ദിനം പ്രതി കുറഞ്ഞു വരുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു. മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയ വാസനകളെ മനുഷ്യൻ മനഃപൂർവ്വം ഉണർത്തുകയാണോ? അതോ സാഹചര്യങ്ങൾക്ക് അടിമയായി മനുഷ്യൻ നിസ്സഹായനാവുകയാണോ? രണ്ടായാലും മനുഷ്യൻ്റെ കഴിവിൽ മാത്രം വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ഈശ്വരശക്തിയെ മടികൂടാതെ കൂട്ടുപിടിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. ഈ ശക്തി പുറത്തുള്ള ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശക്തിയെ ഉണർത്തണം. ആരെങ്കിലും നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ച സമാധാനമോ അല്ലെങ്കിൽ മരണശേഷമുള്ള ശാന്തിയോ അല്ല നമുക്ക് വേണ്ടത്. എല്ലാ ജനങ്ങളും സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. പരസ്പരം മനുഷ്യൻ മനുഷ്യനെ ആത്മനിഷ്ഠമായി കണ്ട് ആദരിക്കണം. മറ്റേതു കാലത്തേക്കാളും പ്രാർത്ഥനയ്ക്കും ആത്മീയ സാധനകൾക്കും പ്രാധാന്യം കൂടിയിരിക്കുന്ന കാലമാണിപ്പോൾ. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ എന്ത് നേടാൻ കഴിയും എന്ന് വിചാരിക്കുന്നവർ ഉണ്ടാകും. അങ്ങനെ ചിന്തിക്കരുത്. പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൻ്റെ വിത്ത് നമ്മൾ വിതയ്ക്കുന്നു. മരുഭൂമിയിൽ ഒരു വൃക്ഷം വളർന്നാൽ, ഒരു പുഷ്പം വിരിഞ്ഞാൽ എത്ര നന്നായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക. പ്രാർത്ഥന സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ശുദ്ധമായ തരംഗങ്ങളാണ് അതിലൂടെ ലോകമെങ്ങും പരക്കുന്നത്. ഭീകരവാദികളും യുദ്ധക്കുതിയന്മാരുമെല്ലാം സ്നേഹം വറ്റിയവരാണ്, കാരുണ്യം നഷ്ടപ്പെട്ടവരാണ്. കോടിക്കണക്കിനുള്ള ആളുകളുടെ പ്രാർത്ഥന മൂലം, അന്തരീക്ഷത്തിൽ നിറയുന്ന സ്നേഹവും കാരുണ്യവും മൂലം അവരുടെയും മനസ്സ് മാറും. സ്വാർത്ഥന്മാരെ അല്ല ലോകത്തിന് വേണ്ടത്, ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവുമുള്ളവരെയാണ്. അവരിലൂടെയാണ് സമൂഹത്തിൽ പരിവർത്തനമുണ്ടാവൂ. ലോകത്തിൽ എല്ലാവർക്കും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയണം. എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കണം. അസുഖങ്ങൾ മൂലം ആരും കഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം. ഇതായിരിക്കണം നമ്മുടെ സ്വപ്നം. അതിനായി നാം ഓരോരുത്തരും ശ്രമിക്കണം. നിസ്വാർത്ഥ സേവനം ചെയ്യണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.